ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോഴേ ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡ് എത്തിയിട്ടുണ്ട്. ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ കട്ടപ്പനയിൽ നിന്ന് ഗ്യാപ്പ് റോഡ് വരെയുള്ള വിശേഷങ്ങൾ ആഡ് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ആ വീഡിയോ പോയി കാണണേ. അപ്പോൾ അതേ ഞങ്ങൾ മൂന്നാർ ഗ്യാപ്പ് റോഡിൽ കൂടിയുള്ള യാത്രയാട്ടോ. ഇപ്പം എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. നിങ്ങൾ ഗ്യാപ്പ് റോഡൊക്കെ വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഒന്ന് ഗ്യാപ്പ് റോഡ് വരെ ഒന്ന് വരണട്ടോ. നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇവിടുത്തെ. ഇപ്പം തന്നെ നോക്കിക്കേ, ഈ വീഡിയോയിൽ തന്നെ നോക്കിക്കേ എന്ത് ഭംഗിയാണ് കാണാനെന്ന്. റോഡൊക്കെ നല്ല അടിപൊളിയാക്കി ഇഷ്ടം പോലെ ടൂറിസ്റ്റുകളും വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഗ്യാപ്പ് റോഡ്. ആനിറങ്കൽ ഡാമാണ് ആ കാണുന്നത്. ഡാമിൻ്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത്, വെള്ളമൊക്കെ കിടക്കുന്നത്. അപ്പോൾ അതേ ഞങ്ങൾ ബൈക്കിനാണേ പോകുന്നത്. കുറേ ലയങ്ങളും ഒക്കെ നമുക്ക് ഈ പോകുന്ന വഴിക്ക് കാണാൻ സാധിക്കും. കണ്ടോ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. പറഞ്ഞ തീരത്തിലാട്ടോ, പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഭംഗിയാണ് ഈ ഗ്യാപ്പ് റോഡിന്. ഫെബ്രുവരി മാസമാണ് ഞങ്ങൾ പോയത്. ആ സമയത്ത് നല്ല വെയിലും നല്ല ചൂടുമായിരുന്നു. ചില വർഷങ്ങളിൽ ഫെബ്രുവരി മാസത്തിലൊക്കെ മൂന്നാറിലൊക്കെ ചെറിയൊരു തണുപ്പൊക്കെ കാണേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ പോയ സമയത്ത് നല്ല ചൂടായിരുന്നു. എന്നാലും ഈ ഭംഗിയൊക്കെ കണ്ടപ്പോൾ ആ ചൂടൊക്കെ അങ്ങ് മറന്നുപോയി. അത്രയ്ക്ക് മനോഹരമായ കാഴ്ചകളാണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ശരിക്കും കണ്ട് ആസ്വദിച്ചോട്ടോ. ഞാൻ ഒത്തിരി പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഗ്യാപ്പ് റോഡിൽ കൂടി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കടകളും ഒക്കെ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഒത്തിരി ടൂറിസ്റ്റുകൾ കാണാനും നിൽക്കുന്നുണ്ടായിരിക്കും. ഇത് കണ്ടോ, ഈ വഴി സൈഡിൽ ഈ ചെടി കണ്ടോ? ഈ ചെടിയുടെ പേരൊന്നും എനിക്ക് അറിയത്തില്ല. നന്നായിട്ട് പൂത്തൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണ്, നല്ല വ്യൂ പോയിൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കടകളും ഒക്കെ ഉണ്ട്. നമുക്ക് ചായ വേണേൽ കുടിക്കാം. നൂഡിൽസ് ഉണ്ട്, ബ്രെഡ് ഓംലെറ്റ് ഉണ്ട്, അങ്ങനെ ബജി അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി. അന്നേരത്തേക്കും നമ്മുടെ ഡബിൾ ഡക്കർ KSRTC വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾ ഡക്കർ KSRTC നമ്മുടെ ഇടുക്കി ജില്ലയിൽ മൂന്നാർ കാണുന്നത്. അതിൽ ടൂറിസ്റ്റുകൾ വന്നതായിരുന്നു. നല്ല കളർ കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ KSRTC. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അവിടം വരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. മൂന്നാർ ടൗണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതാണ് ഈ ലൊക്കേഷൻ വരെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ KSRTC തിരിച്ചിട്ടു. അപ്പോൾ അവിടെ ആ വണ്ടിക്ക് വന്ന ആൾക്കാരൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിക്കുവാണേ. പിന്നെ ഇവിടെ നിറയെ ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ നല്ല ഫോണോ ക്യാമറയോ ഒന്നും ഇല്ലെങ്കിലും ഇവിടെ നിന്ന് കുറച്ച് പിള്ളേർ അവിടെയുണ്ട്. അവർ ഫോട്ടോ ഒക്കെ എടുത്ത് തരും. എന്തായാലും ഞങ്ങൾ ഞങ്ങളുടെ ഫോണിലും അവരുടെ ക്യാമറയിലും 1-2 ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ആ കാഴ്ചകളൊക്കെ കണ്ടു. ഇനി കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് പോകാമെന്ന് ഓർത്ത് വണ്ടിയൊക്കെ എടുത്തിട്ട് വരുവാണ്. അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ജിജോ ചേട്ടൻ്റെ വണ്ടിക്കാണ് ഞങ്ങൾ വന്നത്. അപ്പോൾ കുറച്ച് മാറി എന്തായാലും ഒരു ചായയും കൂടെ കുടിക്കണം. അപ്പോൾ ചേട്ടൻ വണ്ടി എടുത്ത് കുറച്ച് മുന്നോട്ട് പോവുക. ഞാനപ്പം നടന്നു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു കടയുണ്ട്, ആ കടയിൽ പോയി ചായ കുടിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടെ നിന്ന് ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക ഫീല് തന്നെയാണ്. ബജിയും ഒക്കെയുണ്ട്. അപ്പോൾ എല്ലാ കടകളിലും ആൾക്കാരും കയറുന്നുണ്ട്. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാനൊക്കെ ഒരു സന്തോഷമായിരിക്കുമല്ലോ. അപ്പം ചായയൊക്കെ കുടിക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. കുറേ പിള്ളേർ ഫോട്ടോ എടുക്കാനുണ്ട്. ഒരു കോപ്പിക്ക് 25 രൂപയാണ്. അപ്പം നമുക്ക് അവർ കുറേ ഫോട്ടോ എടുക്കും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്ത് നമ്മുടെ ഫോണിലേക്ക് അവർ ഫോർവേഡ് ചെയ്ത് തരും. പ്രിൻ്റ് ഇല്ല എന്നാണ് തോന്നണേ. ഫോട്ടോ നമ്മുടെ ഫോണിലേക്ക് ഫോർവേഡ് ചെയ്ത് തരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ 1-2 ഫോട്ടോയൊക്കെ അവരെ കൊണ്ട് എടുപ്പിച്ചു. എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഞങ്ങളുടെ 2-3 ഫോട്ടോ ഞങ്ങളുടെ ഫോണിലും എടുത്തു കേട്ടോ. എന്തായാലും ചായ കുടിക്കാൻ ചേട്ടൻ അവിടെ കയറി ഇരിക്കുന്നുണ്ട്. ഒരു ചേച്ചിയുടെ കടയിലായിരുന്നു കയറിയത്. അപ്പോൾ നൂഡിൽസ് ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, നമ്മൾ പൂപ്പാറ ടൗണിൽ നിന്ന് ബിരിയാണി കഴിച്ചായിരുന്നു. അതുകൊണ്ട് വിശക്കുന്നില്ലാത്തത് കൊണ്ട് ചായ മാത്രമേ കുടിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ പിന്നെ തിരിച്ചു പോരുവാണ്. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും തിരിച്ചു പോന്നു. ആ സമയമൊക്കെ ആയപ്പോഴേക്കും വെയിലൊക്കെ കുറച്ച് ആറിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേര സമയങ്ങളിൽ വരുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ചൂട് അങ്ങനെ കിട്ടത്തില്ല, ഇച്ചിരി തണുപ്പൊക്കെ ആയിരിക്കും. അങ്ങനെ പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചയാട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ വീഡിയോയിലെടുത്തു. പിന്നെ ഇവിടെ കണ്ടോ,
ഇത് എലഫൻറ്റ് ക്രോസിംഗ് പോയിന്റ് ആണ്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആനയിറങ്ങൽ ഡാമിൻ്റെ ഭാഗത്തൊക്കെ ആനകൾ ഇറങ്ങാറുണ്ട്. കണ്ടോ, ഈ ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് കടന്ന് ആന റോഡ് ക്രോസ് ചെയ്ത് മറുഭാഗത്തേക്ക് പോകും. നമ്മൾ കുറച്ച് റിസ്ക് പിടിച്ച ഏരിയയും കൂടെയാണ് ഈ ഗ്യാപ്പ് റോഡ്. നമുക്ക് ആന എപ്പോൾ വേണേ വരാം. കുറച്ച് ഡേഞ്ചറസ് ആനകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ പരിസരമൊക്കെ. അതുകൊണ്ട് നമ്മൾ ഒത്തിരി നേരം ഒന്നും വണ്ടി നിർത്തി അങ്ങനെ നിൽക്കാതിരിക്കുന്നതായിരിക്കും സേഫ്. എപ്പോഴാണ് ആനയൊക്കെ ഫ്രണ്ട് വന്ന് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലത്ത് നമുക്ക് നിൽക്കുന്നതിന് കുഴപ്പമില്ല. ഈ എലഫൻറ്റ് ക്രോസിംഗ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലത്തൊന്നും ഒത്തിരി നേരം നിൽക്കാതിരിക്കുക. ഇത് കണ്ടോ, ഇതാണ് ആനയിറങ്ങൽ ഡാമിൻ്റെ വ്യൂ. എന്തോ ഭംഗിയാണെന്ന് നോക്കിക്കേ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്ന് വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഗ്യാപ്പ് റോഡിലെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയുമായി ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ, സീ യു.